നമസ്കാരം, ട്രാവൽ ബുദ്ധിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പൊറോട്ടയും പെപ്പർ ചിക്കനും. പെപ്പർ ചിക്കൻ നമ്മൾ മെയിൻ ഡിഷായിട്ടും കുറച്ച് പൊറോട്ടയും കൂടി നമ്മൾ ഉണ്ടാക്കണം. പൊറോട്ടയും പെപ്പർ ചിക്കൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്, പൊറോട്ട ലൈവായിട്ട് അടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പൊറോട്ട മാവ് കുഴച്ച് വെക്കാം. അതിനുശേഷം വേണം നമുക്ക് ചിക്കനിലേക്ക് കിടക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് മൈദ നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ടേബിളിലേക്ക് ഇങ്ങോട്ട് ഇടാം. ഒരു 3 കിലോ മൈദ നമ്മൾ എടുത്തേക്കണം. നമുക്ക് കുറച്ച് മാറ്റി വെക്കണം, കാരണം അത് വീശണ സമയത്ത് നമുക്ക് ഇത് വേണം. ഇവിടെ ഒരു ചെറിയ ഒരു കുഴി പോലെ ഉണ്ടാക്കി, അങ്ങനെ ചെറിയ ടേബിളായിട്ടല്ല നമ്മൾ മിക്സ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട അതിൻ്റെ അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം നടുക്ക് കിടക്കണ ഭാഗത്തുള്ളത് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാവ് എടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാനുള്ളതാണ് കേട്ടോ. ആദ്യം ഒന്ന് ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടാതെ നോക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പോരാ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഏകദേശം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ആദ്യം ടേബിളിൽ നമ്മൾ തേക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇതെടുത്ത് വെക്കും. നമ്മൾ അതിൻ്റെ മേളിലും കുറച്ചുകൂടി എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം ഇതിവിടെ ഇരിക്കണം. ഇത് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടിയിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. നനഞ്ഞ തുണിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിലിട്ടിട്ട് ഇതിങ്ങനെ മൂടി വെക്കാം. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിക്കനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ചിക്കൻ കഴുകി നമ്മൾ വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇതിലേക്ക് ചേർക്കണത് ആദ്യം വെളിച്ചെണ്ണ, ഇത് സവാളയും ചെറിയുള്ളിയുണ്ട്. ഒരു 1.5 കിലോ സവാളയുണ്ട്, 1/4 കിലോ ചെറിയുള്ളിയുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില, പച്ചമുളക് ഒരു 200 ഗ്രാം, തക്കാളി ഒരു 1/4 കിലോ, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന്, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, നമ്മുടെ കുരുമുളക് പൊടിച്ചത്, പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനകത്ത് വേണ്ടത്. നമുക്ക് ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഇടാൻ പോണത് പട്ട, ഏലക്ക, ഗ്രാമ്പു നമ്മൾ എടുത്ത് വെച്ചില്ല. അത് എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒന്ന് ഇടിയണം കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ തന്നെ പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്കിടാം. വേപ്പില ഇതിലേക്കിടാം. ഇത് കുറച്ച് നേരം ഇതിനകത്ത് കിടന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടോ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇതും കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന സവാളയും ചെറിയുള്ളിയും കൂടിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഈ സവാള ഒന്ന് വാടി വരാൻ വേണ്ടി.
നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ശകലം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ കുറച്ച് തക്കാളി നമ്മൾ പൊടിയായിട്ട് തിന്നിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മളിതിലേക്ക് ഇടുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ കുറച്ച് ഇടാം കേട്ടോ. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കും. നമ്മൾ ചെറിയ കറിക്കഷ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കണം. സവാള വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊത്തി വെക്കാം. അപ്പോൾ ഇതിൽ എണ്ണയിൽ കിടന്ന് വാടി വന്നിട്ടുണ്ട് ചിക്കന്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ചെറിയ റെഡ് കളറിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിച്ചതില്ലായിരുന്നു, അതിൻ്റെ ബാക്കിയും കൂടി ഇട്ടാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ മസാല കിടന്ന് തന്നെയാണ് വേകണത്. നമ്മൾ ഒരു വെള്ളം നമ്മൾ സാധനം നമ്മൾ തൊടിക്കുന്നില്ല. നല്ല സ്പൈസി ഡിഷാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടാനുസരണം നമുക്ക് എരിവ് കൂട്ടിയേ കുറച്ച് എന്ത് വേണം ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൊത്തി വയ്ക്കാം. ഇത് നമുക്ക് വാഴയില കൊണ്ട് ഇതങ്ങോട്ട് മൂടാം. 2 വാഴയിലെടുത്ത് മൂടിയിട്ട് ഇതിങ്ങനെ വെക്കാം. ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. ശരിക്കും കുറച്ച് നേരം ഇന്നത് ബോയിലാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, വേണ്ടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാതെ അതിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ തീ കുറച്ച് വെച്ചേക്കണം, അത് വേഗണം. അപ്പോൾ ഇത് നമ്മൾ പൊത്തി ഇതിനകത്ത് വെച്ചിട്ട് ഇനി നമുക്ക് പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചേക്കണം. നമുക്ക് ബോൾ പിടിക്കണം, വീശണം. അപ്പോൾ അതിലേക്ക് അത് ആ പരിപാടിയെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിവിടെ വേകും. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് പൊറോട്ട അടിയിലേക്ക് പോകാം. നമുക്ക് വേണ്ടി ഇന്ന് ചിക്കൻ സ്പോൺസർ ചെയ്തേക്കുന്നത് മൊല്ലാക്ക ചിക്കൻ സെൻറ്റർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ചമ്മനാട് നാഷണൽ ഹൈവേ തന്നെയുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതോടെ അനുബന്ധ വസ്തുക്കളും എല്ലാം അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതേ ലാലേട്ടൻ എന്ന അദ്ദേഹത്തിന് എൻ്റെ വലിയ മനസ്സിന് നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയും. അപ്പോൾ നമ്മൾ പൊറോട്ട മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. അപ്പോൾ നമുക്കത് ബോൾ പിടിച്ച് തുടങ്ങാം. വേണം നനഞ്ഞ് തുണിയിട്ട് മൂടി വെച്ചേക്കാൻ. തുണി ആദ്യം അങ്ങനെ മാറ്റുക. നമ്മൾ ബോൾ പിടിക്കുക. ആദ്യം ടേബിളിൽ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട് നമ്മൾ ബോൾ പിടിച്ചത് വെക്കാൻ. ഓരോ പൊറോട്ടക്കുള്ള ബോൾ നമുക്ക് എടുക്കാം. നമ്മൾ പൊറോട്ട ബോൾ പിടിച്ച് ഇവിടെ വെച്ചിട്ടൊരു 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീശണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഓയിലും കുറച്ച് മൈദ എടുത്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ വീശാൻ തുടങ്ങണം കേട്ടോ. നമുക്കിത് ആദ്യം ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്താം. പരത്തിയിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ വടിയൊന്നുമില്ല, അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ പരത്തുന്നത്. എന്നിട്ട്
മാക്സിമം വീശിയെടുക്കാവുന്ന അത്രയും വീശിയെടുക്കാം. അപ്പം അത്രയും പൊറോട്ട ലെയർ കിട്ടും നമുക്ക്. വീശിയെടുത്തതിന് ശേഷം നമ്മൾ കത്തി കൊണ്ട് ഒരു 3-4 വരയിൽ കുറച്ച് മൈദ ഇതിലേക്ക് റോൾ ചെയ്യും. അത് നമുക്കിത് ഇതിങ്ങനെ റോൾ ചെയ്ത് വെക്കാം. നമ്മൾ പൊറോട്ട വീശി കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ മേളിൽ നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നനഞ്ഞ തുണി ഒന്നുകൂടി ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അതിനായിട്ട് ഇത് ചുട്ട് തുടങ്ങാം. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്രേവി സ്റ്റൈലിലാണ് കേട്ടോ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിൻ്റെ മേളിലേക്ക് ഒരിത്തിരി വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുത്തേച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ വാഴയിലിട്ട് നമുക്ക് മൂടി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പൊറോട്ട ചുടാം. അപ്പോൾ നമ്മൾ പൊറോട്ട പരത്തി തുടങ്ങിയത് അതിനകത്ത് എണ്ണ തേച്ച് നമ്മളൊന്ന് പരത്തുക നന്നായിട്ട്. ഇത്തിരി എണ്ണ തളിച്ചു കൊടുക്കാം അതിൻ്റെ മേളിൽ. ഇപ്പോൾ നമ്മൾ ഇട്ട പൊറോട്ട ഏകദേശം ആയിട്ടുണ്ട്. ഈ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്കൊരു കാസറോളിലേക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ചൂട് പോകും. അപ്പോൾ ഇത് ലാസ്റ്റ് ട്രിപ്പ് പൊറോട്ട കൂടി ഇട്ടും 3 എണ്ണം. അപ്പോൾ നമ്മളിത് 3 എണ്ണം വെച്ചാണ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കൂടി അടിച്ച്. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയായി, പൊറോട്ടയും റെഡിയായി. നമുക്കിത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ആദ്യം എടുത്തിട്ട് ഇലയിലേക്ക് വെക്കാം. നമുക്കിത് ഇലയിലേക്ക് ഇടാം. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഓണിയൻ റിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണം. അപ്പോൾ ആദ്യം പതിവ് നോക്കണ പോലെ തന്നെ ഞാൻ തന്നെ നോക്കട്ടെ. ഒരു പൊറോട്ടയിൽ എടുക്കുക, എന്നിട്ട് ഗ്രേവി, ഈ ഗ്രേവിയിലേക്ക് ആദ്യം മുക്കണം. ആ ഗ്രേവി എടുത്ത് തിന്നാൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്നും പറയാനില്ല, വെടിക്കിട്ട് സാധനം. പുറകിൽ 3 എണ്ണം നിൽപ്പുണ്ട്. ഇവന്മാരും കൂടി ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് പറയും.
അങ്ങനെയുണ്ട്. ഇവരുടെ മുഖം കണ്ടാൽ അറിയാൻ പാടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഇസ്മി ജോസ് കൃഷ്ണ പറഞ്ഞപ്പോൾ ഗുഡ് ബൈ.